നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. വിമർശനങ്ങൾ എപ്പോഴും കുറിക്ക് കൊള്ളണം. അത്തരം വിമർശനങ്ങളൊക്കെ തൊടുക്കുമ്പോൾ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ കൂടി കാണാതെ പോകരുത്. പൊതുഭരണ വകുപ്പിൽ ഭരണ മികവിലും ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷയിലും അടക്കം 10ഓളം കാറ്റഗറികൾ പഠനവിധേയമാക്കിയപ്പോൾ അതിലൊക്കെ തന്നെ മുൻപന്തിയിൽ കേരളം നിൽക്കുന്നു. പബ്ലിക് അഫയേഴ്സ് സെന്റർ നടത്തിയ പഠനത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മുന്നോട്ട് വരുന്നു. ഭരണ മികവിലടക്കം ക്രമസമാധാന പാലനത്തിലടക്കം കേരളം ഏറ്റവും മുന്നിലേക്ക് വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇതിനെ മുൻനിർത്തിയുള്ള ചർച്ചയാണ് ഈ വരും നിമിഷങ്ങളിൽ ഉള്ളത്. ഭരണനിർവഹണത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമത്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, നീതി നിർവഹണം, പരിസ്ഥിതി, സുതാര്യത, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് തമിഴ്നാടും BJP ഭരിക്കുന്ന ഗുജറാത്ത് 3ാം സ്ഥാനത്തുമാണ്. ഭരണമികവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വ്യത്യസ്ത തീമുകൾ അനുസരിച്ച് തരംതിരിക്കുകയാണ് പട്ടികയിൽ ചെയ്തിരിക്കുന്നത്. 1994 മുതൽ ഇത്തരത്തിലുള്ള പട്ടിക തയ്യാറാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, ക്രമസമാധാനം, നീതി നിർവഹണം, പരിസ്ഥിതി, സുതാര്യത, സാമ്പത്തിക സുരക്ഷ, സാമ്പത്തിക സ്വാതന്ത്ര്യം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 10 തീമുകളിലായി 26 വിഷയങ്ങളിലെ 82ഓളം വിഭാഗങ്ങൾ പരിശോധിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയിലും കേരളമാണ് രാജ്യത്ത് ഒന്നാമത്. മാനവശേഷി വികസനത്തിലും കേരളമാണ് മുന്നിൽ. മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളാണ് മാനവശേഷി വികസനത്തിൽ ഏറ്റവും പിന്നിൽ. തമിഴ്നാട് 2ാം സ്ഥാനത്തെത്തിയപ്പോൾ BJP ഭരിക്കുന്ന ഗുജറാത്തിന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 2016 പട്ടികയിൽ 3ാമതായിരുന്ന കർണാടക ഇത്തവണ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 5ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് MN വെങ്കിടചെല്ലയ്യ, കർണാടക ലോകായുക്ത N സന്തോഷ് ഹെഗ്ഡെ, രാജസ്ഥാൻ മുൻ ചീഫ് സെക്രട്ടറി CK മാത്യു എന്നിവർ ചേർന്നാണ് പട്ടിക പുറത്തിറക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ കണക്കുകൾ പരിശോധിക്കുകയാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങളും കാരണങ്ങളും ഒക്കെ പരിശോധിക്കുന്നു ന്യൂസ് ആൻഡ് വ്യൂസ്. ചർച്ചയിൽ നമ്മോടൊപ്പം CPM നേതാവ് കാരായി രാജൻ, ഒപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് BRM ഷഫീർ, ഡോക്ടർ P ഗോപിനാഥ പിള്ളൈ തുടങ്ങിയ വ്യക്തികൾ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ കാരായി രാജൻ, ക്രമസമാധാന നിലയിൽ കേരളം ഏറെ പിന്നോട്ട് പോകുന്നു. അവിടെ ഭരണനിർവഹണത്തിൽ പിഴവുകൾ അനവധി. ഇത്തരത്തിൽ ഒട്ടുമിക്ക വിമർശനങ്ങളും വരുന്ന ഘട്ടത്തിലാണ് ഇത്തരം കണക്കുകൾ പുറത്തേക്ക് വരുന്നത്, ആധികാരികമായ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. താങ്കൾ ഇന്നത്തെ ഈ സർവേ എങ്ങനെ കാണുന്നു? ഇതിന്റെ ആധികാരികത, ഒപ്പം തന്നെ നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്, അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് നടപ്പിലാക്കുന്ന ഒരുപാട് നന്മകൾ തകർത്തു കളയാനുള്ള നീക്കത്തിന് ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പുറത്തുവിട്ടിട്ടുള്ള ചില വിവരങ്ങൾ. തീർച്ചയായും ഇനിയും ഒരുപാട് നന്മയുടെ ആഹ്ലാദകരമായ നിമിഷങ്ങളാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷയിലും സ്ത്രീ സുരക്ഷയിലും കുട്ടികളുടെ രക്ഷയിലും ക്രമസമാധാന പാലനത്തിലും സാധാരണ ജനങ്ങളോട് സ്വീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചും ഈ ഇൻഡെക്സ് വളരെ പ്രസക്തമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഈ ജനങ്ങളെല്ലാം ഇത് നോക്കിക്കാണുന്ന സന്ദർഭത്തിലാണ് ഇതിനെല്ലാമെതിരായി വിവാദങ്ങളുടെ വ്യവസായങ്ങളാക്കി അന്തരീക്ഷത്തിൽ കുറേ കറുത്ത പാടുകൾ വീഴ്ത്താൻ പ്രതിപക്ഷ നേതൃനിരയിലും BJPയും എല്ലാം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പാർക്കാനുള്ള ഒരു കൂരയുണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുഴുവൻ പേർക്കും കയറിക്കിടക്കാനുള്ള സൗകര്യപ്രദമായ ചെറു വീടുകൾ, ഫ്ലാറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തസ്സ് ലോകത്തോളം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അതുമാത്രമല്ല, നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ഏറ്റവും ഒടുവിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള നടപടികൾ, അവർക്ക് ജോലി കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
ദി ഗാർഡിയൻ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, അന്താരാഷ്ട്ര പത്രങ്ങൾ, ബ്രിട്ടീഷ് പത്രങ്ങൾ പോലും വളരെയേറെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അഭിമാനിക്കുന്ന സന്ദർഭങ്ങൾ തന്നെ. അപ്പൊ ഇവിടെ നേരത്തെ നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച ഒരു കാര്യം, ഇതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആന്റി RSS BJP നിലപാട് കർശനമായി എടുക്കുന്ന ഒരു സംസ്ഥാനം, അവിടെ ഇടതുപക്ഷം ഭരിക്കുന്നു, നേരത്തെ കോൺഗ്രസ് അടക്കം ഭരിച്ചപ്പോഴും ഒക്കെ ഇക്കാര്യത്തിലൊക്കെ നിലപാടുകൾ സംബന്ധിച്ച് അങ്ങനെ നോക്കുമ്പോൾ മതനിരപേക്ഷതയുടെ ഒരു അടയാളപ്പെടുത്തൽ കൂടി ഇന്നത്തെ ഈ ഒരു പക്ഷേ ഈ അംഗീകാരത്തെ കാണേണ്ടതുണ്ടോ? ഏതർത്ഥത്തിലാണ് അത്തരമൊരു നിലപാട് നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞത്? തീർച്ചയായും മതനിരപേക്ഷതയുടെ അന്തസ്സാർന്ന ഒരു സംസ്ഥാനമെന്ന പദവിയാണ് കേരളത്തിന് അവകാശപ്പെട്ടിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ രാജ്യത്തെമ്പാടും മതന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും വേട്ടയാടപ്പെടുമ്പോൾ, അവർ ഭീതിതമായ അന്തരീക്ഷത്തിൽ രാജ്യത്ത് കഴിയുമ്പോഴാണ് RSS ഉയർത്തുന്ന തീവ്ര വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കേരളത്തിൻ്റെ തനത് സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പാർട്ടി സെക്രട്ടറി വളരെ ശരിയായ വിലയിരുത്തലാണ് ആ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇത് ലോകമാകെ ശ്രദ്ധിക്കുകയാണ്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് പബ്ലിക് അഫയേഴ്സ് സെന്റർ ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന 94 മുതൽ പഠനങ്ങൾ നടത്തുന്ന ഒരു ഏജൻസി, അവർ പുറത്തുവിടുന്ന കണക്കുകളാണ് മുന്നോട്ട് വരുന്നത്. അതായത് ക്രമസമാധാനത്തിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനം, മനുഷ്യവിഭവ വികസനത്തിനുള്ള സഹായം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുറ്റകൃത്യങ്ങൾ, ക്രമസമാധാനം, നീതി നിർവഹണം, പരിസ്ഥിതി തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ പരിശോധിച്ചപ്പോഴൊക്കെ കേരളം മുൻപന്തിയിലേക്ക് വരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നേരത്തെ സീതാറാം യെച്ചൂരിയുടെ വാക്കുകൾ കൂടി ഇതിന് അല്ലെങ്കിൽ അനുബന്ധമായി പറയേണ്ടി വരുന്നത്. ഒരു BJP RSS വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ നിഴലുകൾ അല്ലെങ്കിൽ അതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ സർവേകളിലൂടെയൊക്കെ അടക്കം പുറത്തേക്ക് വരുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെയും പിന്നോട്ട് പോയിരിക്കുന്നു. താങ്കൾ എങ്ങനെ ഈ സർവേയെ കാണുന്നു, ശ്രീ ഗോപാലകൃഷ്ണൻ? ഞാൻ ഒന്നാമത് ഈ സർവേയെക്കുറിച്ച് പറയാം. ഈ സർവേക്ക് ആധികാരികത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് പഠനം നടത്തേണ്ട കാര്യമാണ്. കാരണം 1984 മറ്റോ മിസ്റ്റർ സാമുവൽ പോളാണ് ഈ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് കൊണ്ടുവന്നത്. ഞാൻ അതിനെക്കുറിച്ച്, അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പറയാൻ വരട്ടെ. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി. കാരണം വെച്ചാൽ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച മിസ്റ്റർ കാരായി രാജനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു മതനിരപേക്ഷതയും RSS വിരുദ്ധതയും ഒക്കെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ, ഗുജറാത്താണ് അതിലെ ഏറ്റവും ഉത്തമ മാതൃക എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ 2015 ശേഷം, അതുപോലെ 2016 ശേഷം ഏറ്റവും കൂടുതൽ മതനിരപേക്ഷതയും അതുപോലെ മതസൗഹാർദ്ദവും അതുപോലെ ഡെവലപ്മെൻറ്റും ഏറ്റവും കൂടുതലുള്ളത് 3ാമത്തെ സംസ്ഥാനമായി വളർന്നിരിക്കുന്നു ഗുജറാത്ത്. അതുപോലെ 2ാം സംസ്ഥാനമായി തമിഴ്നാട് വന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ BJP RSS ഇല്ല. നിങ്ങൾ പറയുന്നതാണെങ്കിൽ അത് മുഴുവൻ ഘടകവിരുദ്ധമാണ്. പിന്നെ 3ാമത്തത് ഗുജറാത്താണ്. അതുപോലെ അതിൻ്റെ ഇൻഡെക്സിൽ, ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 10 തീമുകളെ ബേസ് ചെയ്തുകൊണ്ട് 28 ഫോക്കസ് കാണിച്ചുകൊണ്ട് 82 ഇൻഡിക്കേഷൻ കാണിച്ചുകൊണ്ട് 12 ചെറിയ സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ആസാം 1ാം സ്ഥാനത്ത് കാണിച്ചിരിക്കുന്നു. അത് BJP ഭരിക്കുന്ന സ്ഥലമാണ്. 2ാം സ്ഥാനത്ത് മേഘാലയ വന്നിരിക്കുന്നു. അതുപോലെ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളുമാണ് അതിനകത്ത് 1ാം സ്ഥാനത്തേക്ക് ദേശീയ തലത്തിലടക്കം വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുന്നു. കേരളം ഒരുപക്ഷെ കേരളത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം അടയാളപ്പെടുത്തൽ, ഇത്തരം സൂചകങ്ങൾ നൽകുന്ന, മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സന്ദേശം അത് വ്യക്തമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? അവിടെ താങ്കൾ പറഞ്ഞൊരു പട്ടികയാണ് നിരത്തുന്നത്. പട്ടികയിൽ പല ഒരുപക്ഷെ നമ്മൾ വിശകലനങ്ങളിലേക്ക് പോകാം, അത് സങ്കീർണമാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള കേരളമാണ്, കേരളത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അവിടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകരുത് ശ്രീ ഗോപാലകൃഷ്ണൻ. ഗുജറാത്ത് അടക്കം 3ാമത്തെ സംസ്ഥാനമാണ്, നമ്മൾ അംഗീകരിക്കുന്നുണ്ടത്. പ്രജീഷേ, നിങ്ങൾ സംസാരിക്കുന്നത് അക്കാഡമിക് ആവണം.
നിങ്ങളൊരു ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ അത് ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചർച്ച ചെയ്യേണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുറേ ആൾക്കാരെ വിളിച്ചിരുത്തി ചർച്ച നടത്തിക്കോളൂ. നിങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന റിപ്പോർട്ടാണ്, എനിക്ക് സമയം തരണം. നേരത്തെ നിങ്ങൾ ഇന്റർഫിയർ ചെയ്തില്ലല്ലോ. പ്രജീഷിനോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ. നിങ്ങൾ പറഞ്ഞത് റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു. ഈ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും പറഞ്ഞോളൂ താങ്കൾ പറയാം, ഇടപെടുകയല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. റിപ്പോർട്ടിൽ എവിടെയും RSSന്റെ വിരുദ്ധത, RSSുമായി ബന്ധപ്പെട്ട മത അസഹിഷ്ണുത എന്നോ RSS എന്നോ BJP എന്നോ ഒന്നും റിപ്പോർട്ടിൽ പറഞ്ഞില്ല. ഞാൻ റിപ്പോർട്ട് വായിച്ചതാ. ആ റിപ്പോർട്ടിൽ ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കേരളം 1, 2 തമിഴ്നാട്, 3 ഗുജറാത്ത്, ധാരാളം BJP സംസ്ഥാനങ്ങൾ. അങ്ങനെ വന്നാൽ നിങ്ങൾ ഈ പറയുന്ന കോൺടസ്റ്റിലെ ഗുജറാത്ത്, നിങ്ങൾ പറയുന്ന കോൺടസ്റ്റിലെ RSSന്റെ മതസൗഹാർദ്ദത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സംസാരിക്കല്ലേ പ്ലീസ്. പറഞ്ഞോളൂ. നിങ്ങളെ അതെ, ആ രാഷ്ട്രീയ വ്യാഖ്യാനത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട. രാഷ്ട്രീയം, അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞാൽ ഈ ബേസിക് ആയിട്ട് ഈ ഇൻഡെക്സിന്, ഈ സർവേക്ക് ഒരു ആധികാരികതയുമില്ല. ശരിയായിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ക്രിമിനൽ ക്രൈംസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് 2015 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങളും കലാപങ്ങളും എല്ലാം കേരളത്തിൽ ഉണ്ടായത്. 2015 വരെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അക്രമം നടന്ന സംസ്ഥാനമാണ് കേരളം. ക്രമസമാധാന നില തകർന്ന സംസ്ഥാനമാണ് കേരളം. ഇനി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു, യാതൊരു സംശയവുമില്ല ഇതിനൊക്കെ ഭേദമായിരുന്നു ഉമ്മൻചാണ്ടി. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ 330 ദിവസം 294 കൊലപാതകം. പിണറായിയുടെ കണ്ണൂരിൽ മാത്രം 13 കൊലപാതകം. പ്രിയപ്പെട്ട എന്റെ പ്രജീഷ്, നിങ്ങൾ ഈ ലോകത്തല്ലേ? നിങ്ങളെ അടച്ച് ആക്ഷേപിക്കും ആളുകൾ. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ റിപ്പോർട്ടാണ്, യഥാർത്ഥ റിപ്പോർട്ട്. ഇത്തരം കണക്കുകൾ വരുന്നത്, അതായത് ഇത്തരം കണക്ക് സ്വാഭാവികം അതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി ശ്രീ കാരായി രാജൻ പറയും. ഞാൻ താങ്കൾ നിർത്തിയെടുത്തുന്ന അതിന്റെ മറുപടി വ്യക്തമായും അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്ത് പറഞ്ഞിരിക്കും. ശ്രീ ഷഫീർ, എങ്ങനെയാണ് താങ്കൾ ഈ കണക്കുകളെ കാണുന്നത്? BJP ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനമോ വിലയിരുത്തലല്ല, അതിനപ്പുറത്തേക്ക് ഇതിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള സംശയമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ചത്. കാരണം കഴിഞ്ഞ വർഷവും അടക്കം ഇതേ പട്ടികയിൽ കേരളം മുന്നോട്ട് വരുന്നു, സ്ത്രീ സുരക്ഷ അടക്കം ഉള്ള കാര്യങ്ങളിൽ. താങ്കൾ എങ്ങനെയാണ് ഈ കണക്കുകളെ നോക്കി കാണുന്നത്? അല്ല, അതിനകത്ത് ഈ പബ്ലിക് അഫയേഴ്സ് സെന്റർ ഇത് ആദ്യത്തെ സർവേ ഒന്നുമല്ല പുറത്തുവിടുന്നത്. 1994 മുതൽ ഇന്ത്യയിൽ പല സർവേകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 2004 കൂടി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിനെ 1ാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സർവേ പുറത്തുവിട്ടതും ഇതേ ആളുകൾ തന്നെയാണ്. ഇപ്പോൾ ജസ്റ്റിസ് MN വെങ്കടാചലയ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി 3000-ഓളം ആളുകളെ ഇന്ത്യയിലെ പല കോണ്ടസ്റ്റുകളിൽ നിന്നുകൊണ്ട് കണ്ടെത്തി അവിടെ നിന്നും സ്വാംശീകരിച്ച വിശദമായ വിവരങ്ങൾ എടുത്തുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് ആധികാരികതയെക്കുറിച്ച് നമുക്ക് ചർച്ച എന്തായാലും അല്ലല്ല, തീർച്ചയായും അത് വ്യക്തമാണ്. താങ്കൾ പറഞ്ഞു ഇനി എന്തുകൊണ്ട് കേരളത്തിലെ ഘടകങ്ങൾ സാമൂഹ്യ സുരക്ഷയിലേക്ക് കേരളം അല്ലല്ല കേരളത്തിലെ നമുക്ക് ആധികാരികതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. 94 മുതൽ ഏതൊക്കെ പഠനങ്ങൾ നടത്തി, 2002 ഗുജറാത്ത് ആ പട്ടികയിൽ 1ാമത് വന്നു, അന്നൊക്കെ ഗുജറാത്ത് അംഗീകരിച്ചു. ആധികാരികത നമുക്ക് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ശ്രീ ഷഫീർ, എന്തുകൊണ്ട് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളടക്കം ഇങ്ങനൊരു പട്ടികയുടെ മുന്നിലേക്ക് കേരളം വരുന്നു? അവിടെ ഒരു പക്ഷേ കേരളത്തെ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് ഒരു അളവുകോൽ അവിടെ ഏത് രീതിയിലാണ് നമ്മൾ ഇങ്ങനെയാണ് കാണേണ്ടത്? നിങ്ങൾ ഇപ്പോൾ കാണേണ്ടത് പ്രജീഷേ, ഈ സർവേയുടെ റിപ്പോർട്ടും വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ജനവിധിയും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടത്തില്ല. അതിന് എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതിനാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു: ദ 2 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കേരള ആൻഡ് തമിഴ്നാടു secured first and second ranking for the second year in the row, while poll bound Gujarat gained 2 position, rising from 5 years. ഇതിന് കൃത്യമായിട്ടുള്ള അർത്ഥമല്ലേ? 2 കൊല്ലമായി തമിഴ്നാടും കർണാടകയും ഇതേ അവസ്ഥയിൽ തുടരുന്നു എന്ന് പറഞ്ഞാൽ അത് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മാത്രം, അവരെ ഞാൻ കുറ്റം പറയല്ല, ആ ഗവൺമെന്റിന്റെ മാത്രമാണ് ഈ വിജയമെന്ന് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന ഡെവലപ്മെന്റ്സിന്റെയും സാമൂഹ്യ സുരക്ഷയുടെയും പ്രതിബദ്ധതയുടെയും രാഷ്ട്രീയത്തെ ബഹുമാനായ സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് അതേ തരത്തിൽ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്
ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കേരളം 1-ാം സ്ഥാനത്ത് നിലനിർത്തിയത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 1-ാം സ്ഥാനത്ത് നിന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് ഭരണത്തെ തിരിച്ചു വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിനർത്ഥം എന്താ? 3000 പേരിൽ നിന്ന് കണ്ടെടുക്കുന്ന സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു ജനവിധിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണം കൂടെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി 3-ാം സ്ഥാനത്താണ്. ഡൽഹിയിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട്, അവിടുത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നു. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് 9-ാം സ്ഥാനത്തേക്ക് ഡൽഹി പിന്തള്ളപ്പെട്ടു. ഈ സർവേ ഡൽഹിയിൽ ബാധിച്ചിട്ടില്ല. ഇനി ഇവിടെ കാണുന്ന വേറെ സവിശേഷത പറഞ്ഞു തരാം. പഞ്ചാബാണ് അതിനകത്ത് 9-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു, ദ പഞ്ചാബ് ഇൻ ദ ബെസ്റ്റ് പെർഫോമർ എമംഗ് ഓൾ സ്റ്റേറ്റ് ഇൻ ദ കൺട്രി എസെൻഷ്യൽ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിൽ രാജ്യത്തിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തായി പറഞ്ഞത് പഞ്ചാബിനെയാണ്. എന്നാൽ അവിടെ 10 കൊല്ലക്കാലം ശിരോമണി അകാലിദളിന്റെ പ്രകാശ് സിംഗ് ബാദലാണ് ഭരിച്ചത്. ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ ദയനീയമായി ആം ആദ്മി പാർട്ടിയേക്കാൾ പുറകോട്ട് പോയി. ഞാൻ കേരളത്തിലേക്ക് വരുന്നതിനും ഈ ആധികാരികതയെ കുറിച്ച് പറയട്ടെ. തമിഴ്നാടിനെ കുറിച്ച് പറയുന്നത് അറിയോ? ലോ ഓർഡറിംഗ് മെയിൻ്റനൻസിൽ തമിഴ്നാടാണ് ഏറ്റവും മുൻപന്തിയിൽ. അപ്പോൾ തന്നെ ജല്ലിക്കെട്ട് സമരം പോലുള്ള സമരങ്ങൾ, അതുപോലെ തമിഴ്നാട്ടിലെ ജയലളിതയ്ക്ക് ശേഷം വന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സർവേ റിപ്പോർട്ടുകളൊന്നും ഒരു ഗവൺമെന്റിന്റെ ജനകീയ അടിത്തറയുടെ മാനദണ്ഡമായി കണക്കാക്കേണ്ടതില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഒന്നെന്താ, 5 കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനം. ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന അടിസ്ഥാന വികസനം സഖാവ് പിണറായി അതേ രീതിയിൽ ആവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ റാങ്ക് കിട്ടത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ വികസനത്തെ പിണറായി വിജയൻ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. 2, എന്താണ്? സാമൂഹിക സുരക്ഷിതത്വം. സാമൂഹിക സുരക്ഷിതത്വത്തിലെ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഷഫീർ, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം എനിക്ക് വളരെ കുറച്ച് സമയം തന്നായി കാര്യങ്ങൾ പറയാം. സാമൂഹ്യ സുരക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ ജനസമ്പർക്ക പരിപാടി വരണം, സ്നേഹസ്പർശം വരണം, അതുപോലെ അമ്മയും കുഞ്ഞും പദ്ധതി വരണം, സ്ത്രീ സുരക്ഷ വരണം, നിർഭയ വരണം, ആശ്രയ വരണം. ഇങ്ങനെയുള്ള ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചതാണെങ്കിൽ ഇവർ പൂർത്തീകരിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ ഉമ്മൻചാണ്ടിക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. താങ്കൾ തീർച്ചയായും കൊടുക്കണമല്ലോ, അംഗീകരിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ ദളിതാക്രമണങ്ങളുടെയൊക്കെ കാര്യത്തിലൊക്കെ അടക്കം എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രത്തോളം, ഒരുപക്ഷെ ഇവിടെ സാമൂഹികമായിട്ടുള്ള ഇത്രത്തോളം സുരക്ഷയ്ക്ക് കേരളം ഇത്രത്തോളം മുൻപന്തിയിൽ മാനകം നൽകുന്നു എന്ന അടയാളപ്പെടുത്തലിലേക്ക് ഈ പറയുന്ന സർവേ പോയിരിക്കാം? ശ്രീ ഷഫീർ. അല്ല, സർവേ ഞാൻ പറഞ്ഞില്ല. സർവേ സത്യത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രമസമാധാന നിലയുടെ കാര്യത്തിലും ദളിത് അട്രോസിറ്റിയുടെ കാര്യത്തിലും നമ്മൾ വളരെയധികം താഴെ തന്നെയാണ്. കാരണം എന്താ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ കേരളം എല്ലാ കാലത്തും മുൻപന്തിയിലായിരുന്നു. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴും അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും മുൻപന്തിയിൽ തന്നെയായിരുന്നു. അത് നമ്മുടെ ഗവൺമെന്റുകളുടെ വ്യത്യാസമല്ല. അത് ഈ സാമൂഹ്യ പശ്ചാത്തലം വർഷങ്ങളായി നമ്മൾ വരുത്തിച്ചു കൊണ്ടുവന്ന സാമൂഹ്യ പശ്ചാത്തലത്തിന്റെ പ്രതിഫലനം കൂടിയിട്ടാണത്. അപ്പോ എന്തായാലും അത് ഒരു വ്യത്യസ്ത രീതിയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു ഭാഗമായിട്ട് എന്തായാലും നമുക്ക് കാണേണ്ടതുണ്ട്. അല്ല, അത് ഇൻഡെക്സുകളെ കുറിച്ച് പറയുമ്പോൾ 19 രാഷ്ട്രീയ കൊലപാതകത്തെയും 1,70,75,000 ക്രൈം വർദ്ധിച്ചതും 1001 റേപ്പ് കേസുകൾ വന്നതും SC/ST അട്രോസിറ്റീസ് കേസുകൾ കണക്കാണെന്റെ ആഭ്യന്തര വകുപ്പിൽ എടുത്ത് കണക്കാ. SC/ST അട്രോസിറ്റീസ് 7,200 354 ഒഫൻസ് 3,200 കഴിഞ്ഞ കൊല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടാണ് സാമൂഹ്യ സുരക്ഷയിൽ നമ്മൾ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ ഇത്രയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ 1-ാം സ്ഥാനം പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ അവസ്ഥ, അതിന്റെ അവസ്ഥ. ശരി, തീർച്ചയായും ശ്രീ ഗോപാലകൃഷ്ണൻ അത് നോട്ട് ചെയ്യേണ്ട ഒരു ഘടകമാണ്. ശ്രീ ഡോക്ടർ ഗോപിനാഥ് പിള്ള, അതായത് ആ ഇൻഡെക്സിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇവിടെ സൂചിപ്പിച്ച സൂചകങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഈ കണക്കുകളിൽ അതിലെ വ്യക്തത, കാരണം ഇവിടെ രാഷ്ട്രീയമായിട്ട് ഒരു പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണനും അല്ലെങ്കിൽ ശ്രീ ഷഫീറും അടക്കം അതിന്റെ ഒരു പക്ഷേ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് സംബന്ധിച്ചുള്ള അല്ല ഇതായിരിക്കും അവർ ചർച്ച ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി കേരളം എന്ന ഈ ഭൂമി, അല്ലെങ്കിൽ ഈ ഭൂമിയെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സാംസ്കാരിക തനിമ, ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷ, ഇതൊക്കെ ഒരു കണക്കുകളുടെ രൂപത്തിൽ ദേശീയ തലത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ ശ്രീ ഗോപിനാഥ പിള്ള, ഈ പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്താണ് ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് അഫേഴ്സ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു നോൺ പാർട്ടിസാനായിട്ടുള്ള, ഒരു നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റിയാണ്. ഇത് 1994 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനവും ഭരണ നിർവഹണവും
ഏറ്റവും മെച്ചപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതേപോലെ നയരൂപീകരണത്തിന് സഹായിക്കുക, നമ്മുടെ ഗവേണൻസിന് നല്ല ഭരണം ഉറപ്പുവരുത്തുക നമ്മുടെ സംസ്ഥാനങ്ങൾ. അതാണ് ഈ പബ്ലിക് അഫേഴ്സ് സെൻറ്റർ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അവർ 94 മുതൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന് യാതൊരു പൊളിറ്റിക്കൽ മോട്ടീവ്സും ഇല്ല. അതിൻ്റെ ഒരേ ഒരു മോട്ടീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ ഭരണം ഏറ്റവും മികച്ച അതാക്കുക, അതിനുവേണ്ടി ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റോടുകൂടി വിവിധ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വേരിയസ് മിനിസ്ട്രീസിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനങ്ങളുടെ ഡേറ്റ അല്ലാതെ ഉപയോഗിക്കുന്നത് മിനിസ്ട്രീസിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രീസിൽ നിന്ന് കിട്ടുന്ന സെക്കൻഡറി ഡേറ്റയുടെ അനാലിസിസിൻ്റെ ബേസിസിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ധാരാളം ക്രൈറ്റീരിയ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതിൻ്റെ സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ അലോക്കേഷൻ ഓഫ് ഗ്രെയിൻസ് അണ്ടർ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എത്രമാത്രം അത് അലോട്ട് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ജനങ്ങൾക്ക് അത് ലഭിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ ബെനിഫിറ്റ്സ് ഫോർ ദ ഏജ്ഡ് പീപ്പിൾ, ദാറ്റ് ഈസ് എബോവ് 60 ഇയേഴ്സ്, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് എത്രമാത്രം പേർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട്, അതൊരു ക്രൈറ്റീരിയ ആണ് അവരുടെ. അതേകണക്ക് തന്നെ ഹൗസ് ഹോൾഡ് വിത്തൗട്ട് ലാൻഡ് ഇല്ലാത്ത എത്രമാത്രം ആളുകളുണ്ട്, അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതേപോലെ തന്നെ ഇൻസിഡൻസ് ഓഫ് ക്രൈം എഗൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, അത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കേരളമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ കമ്പയർ ചെയ്ത് സംസാരിച്ചു. അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ടൈറ്റിൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അണ്ടർ ദ ഫോറസ്റ്റ് ഡെവലപ്പേഴ്സ് ആക്ട്, എത്രമാത്രം ടൈറ്റിൽസ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കമ്പാരിസൺ എല്ലാ സംസ്ഥാനങ്ങളും നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ മൈനോറിറ്റി ചിൽഡ്രൻ ഗിവൺ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, എത്രമാത്രം മൈനോറിറ്റി ചിൽഡ്രന് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, അത് മറ്റൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി എത്രമാത്രം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അതായത് വ്യക്തമായി വേർതിരിച്ചെടുത്ത കണക്കുകളാണ് കൃത്യമായി. ശ്രീ കാരായി രാജൻ, ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ക്രമസമാധാനത്തെ ചൊല്ലി കൂടുതൽ ഊറ്റം കൊള്ളേണ്ടതില്ല. കാരണം കൊല്ലുകയാണ് RSS BJP നേതാക്കളെ നിങ്ങൾ കണ്ണൂരിൽ. ഈ ക്രമസമാധാനത്തിന് നിങ്ങൾ വിലങ്ങുതടിയാണ് കേരളത്തിലെ. ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഈ അടയാളപ്പെടുത്തലുകൾക്കും അപ്പുറത്തേക്ക് യാഥാർത്ഥ്യമുണ്ട് എന്ന് ഗോപാലകൃഷ്ണന്റെ ആ അവകാശവാദങ്ങളെ ശ്രീ കാരായി രാജൻ എങ്ങനെ കാണുന്നു, എങ്ങനെ ഖണ്ഡിക്കാൻ കഴിയും താങ്കൾക്ക്? ഒന്ന്, ഇതിൻ്റെ ആധികാരികതയെ തന്നെ അവിശ്വസിക്കുന്ന തരത്തിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ സംസാരിച്ചിട്ടുള്ളത്. നേരത്തെ ഗുജറാത്തിനെ കുറിച്ച് ഇതേ ഇൻഡെക്സ് തന്നെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊള്ളത്തരം അവിടെ വ്യക്തമാവുകയാണ്. ഇപ്പോൾ ക്രമസമാധാന വിഷയം ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലുള്ള ക്രൈം റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ അത് വർദ്ധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുമ്പോഴാണ് കേരളം അങ്ങനെയുള്ളൊരു റെക്കോർഡ്സ് കാണിക്കുന്നില്ല, അങ്ങനെ ഒരു ഇൻഡെക്സ് കാണിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൻ്റെ വിഷയം ഇവിടെ കൂട്ടിച്ചേർത്തല്ലോ. കണ്ണൂരിൻ്റെ വിഷയത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം തന്നെ പെരുപ്പിച്ച് പറയാനാണ് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുള്ളത്. കണ്ണൂരിൽ ക്രമസമാധാന പാലനം തകർക്കുന്നതിന് വേണ്ടി, അതിനെ നിയമസമാധാനം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചില സംഘർഷങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ മാത്രമല്ല സംഘർഷങ്ങൾ ഉണ്ടായത് എന്നുള്ളത് വേറെ കാര്യം. സ്വന്തം പാർട്ടിക്കാരെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ കാലും കൈയൊക്കെ അടിച്ച് ഓടിക്കുന്ന ഈ കേരളത്തിൽ ക്രമസമാധാനം എല്ലാവിധത്തിലും തകർക്കുക, നിയമസമാധാനം ഇല്ലെന്ന് വരുത്തുക എന്ന ഒരു നിഗൂഢമായ ലക്ഷ്യം, ഒരു അജണ്ട BJP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ ഗോപാലകൃഷ്ണൻ, കണക്കുകളെ പോലും അല്ലെങ്കിൽ അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്നു. കണ്ണൂരിലേക്ക് വരൂ. കണ്ണൂരിലെ കാര്യങ്ങൾ താങ്കൾ വെല്ലുവിളിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെ പോലും താങ്കൾ പെരുപ്പിച്ചുകൊണ്ട് ദേശീയ ശ്രദ്ധ വേണം, ദേശീയ തലത്തിൽ ഇതൊരു ക്യാമ്പയിനായി കൊണ്ടുവരണം, ആ തരത്തിലേക്കാണ് താങ്കൾ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതെന്ന് ഗോപാലകൃഷ്ണൻ, കാരായി രാജന്റെ ആരോപണം. പ്രജീഷ്, താങ്കൾ ഇടപെടരുത്. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഗുജറാത്ത് 1ാം സ്ഥാനം എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ അംഗീകരിച്ചില്ല.
ഗുജറാത്ത് സാമൂഹ്യ സുരക്ഷയിലും മതസൗഹാർദ്ദത്തിലും ഇന്ന് 3-ാം സ്ഥാനത്ത് ആണ്. 2016-നേക്കാൾ മുന്നോട്ട് വരുന്നു എന്ന് ഈ സർവേ പറയുന്നു. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അപ്പം ഞാൻ ഈ സർവേ അംഗീകരിക്കാം. കേരളത്തിന് നിങ്ങളുടെ കാര്യം വരുമ്പോൾ, കേരളത്തിലെ ഭരണത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുക, ഗുജറാത്തിനെ അംഗീകരിക്കാതിരിക്കുക. അത് ശരിയാവില്ലല്ലോ. 2, ഇതിന് ഒതന്റിസിറ്റി എന്ന് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് സർവേയാണ്. 2015 സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് യഥാർത്ഥത്തിൽ ഒതന്റിസിറ്റി ഉള്ളത്. ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത് ഞാൻ മാറ്റിവെക്കാം. ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഭരണത്തിൽ 2017 ഫെബ്രുവരി മാസം 24-ാം തീയതി രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൊടുത്തത് നിയമസഭയിൽ വന്നിട്ടുണ്ടല്ലോ. ആ ചർച്ച അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ക്രമസമാധാന നില തകർന്നിരിക്കുന്നു. ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് കേരളത്തിൽ ഫെബ്രുവരി മാസം വരെ നേരത്തെ പറഞ്ഞല്ലോ 1,75,000 ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സ്ത്രീ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അവതാളത്തിലായിരിക്കുന്നു. കേരളം അടിയിലേക്ക് പോകുന്നു ക്രമസമാധാന നിലയിൽ. ഇതാണ് രഹസ്യ അന്വേഷണ ഏജൻസി പിണറായി വിജയന് കൊടുത്ത റിപ്പോർട്ട്. നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ട റിപ്പോർട്ടാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, ഗൂഗിൾ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 2, 3 നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വന്നത്? കാരായി രാജൻ വാസ്തവത്തില് വിഷമോ ഇടപെടരുത്. ഞാൻ പറഞ്ഞോട്ടെ, ഇടപെടരുത്, പറഞ്ഞോട്ടെ. യമൻ വന്നിരുന്നിട്ട് മരണത്തെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്നത് പോലെയാണ് കാരായി രാജൻ വന്നിരുന്ന് ക്രമസമാധാനത്തെ നിലയെക്കുറിച്ച് പറയുന്നത്. മിസ്റ്റർ കാരായി രാജൻ, നിങ്ങളുടെ കൈയുണ്ടല്ലോ, പാവപ്പെട്ട തൊഴിലാളിയെ കൊന്നതിന്റെ രക്തക്കറിയുള്ള കൈയാ നിങ്ങളുടേത്. നിങ്ങൾ തലശ്ശേരിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകമുണ്ടായത്. നിങ്ങളുടെ പാർട്ടിയാണ് കണ്ണൂരിൽ ആദ്യ കൊലപാതകം ചെയ്തത്. 1968 പാവം രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ തയ്യൽ തൊഴിലാളിയെ കൊന്നു. 1-ാം പ്രതി പിണറായി വിജയൻ. മോഹൻ എന്ന് പറഞ്ഞ തൊഴിലാളിയെ കൊന്നു. 2-ാം പ്രതി കോടിയേരി ബാലകൃഷ്ണൻ. പിന്നെ അതിനുശേഷം നടന്ന കൊലപാതകത്തിൽ നിങ്ങളുടെ ജയരാജന്മാർ പ്രതി. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ബൈജുവിന്റെ കൊലപാതകം. ക്രമസമാധാന നില രക്ഷപ്പെടണമെന്ന് ഇടപെടുകയല്ല ശ്രീ ഗോപാലകൃഷ്ണൻ. ഒരു ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. കാരായി രാജൻ വ്യക്തമായും അതിന് മറുപടി പറയും. അദ്ദേഹത്തെ കൂടി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിലേക്ക് കൂടി വിമർശനങ്ങൾ വ്യക്തിപരമായി ഉന്നയിച്ചുകൊണ്ട് അതിന്റെ മറുപടി എന്തായാലും അദ്ദേഹം പറയും. ശ്രീ കാരായി രാജൻ, ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായും BJP പ്രതിനിധി കണ്ണൂരിലേക്ക് എത്തും, കണ്ണൂർ ഉന്നയിക്കുമെന്നുള്ളത് വ്യക്തമാണ്. നിർവചനങ്ങൾ നല്ലതാണ്, പക്ഷേ അതൊരു വ്യക്തിപരമായ തലത്തിലേക്ക് കൂടി താങ്കളെ കൂടി അല്ലെങ്കിൽ ഉന്നയിച്ചുകൊണ്ടുള്ള വിമർശനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ശ്രീ ഗോപാലകൃഷ്ണൻ വരുന്നുണ്ടെങ്കിൽ മറുപടി ശ്രീ കാരായി രാജൻ. ശ്രീ ഗോപാലകൃഷ്ണന് വ്യക്തിപരമായ മറുപടി കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഓരോരുത്തരുടെയും രാഷ്ട്രീയ അന്തസ്സിനനുസരിച്ച് അതൊക്കെ പറയുക എന്നതായിരിക്കും നന്നാവുക. ഒരു കാര്യം കൂടെ ശ്രീ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നവരുടെ കൈകളിലെ രക്തക്കറകൾ കൂടി ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നന്നാവുക. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ഒരാളുടെയും കൈകളിൽ രക്തക്കറിയൊന്നും ഉണ്ടായിട്ടില്ല. രക്തക്കറ പുരട്ടാൻ ബോധപൂർവം ചില ശ്രമങ്ങൾ നിങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് സമൂഹത്തിന് കാണാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും എല്ലാ വിവരങ്ങളും എല്ലാ തെളിവുകളും അത് സംബന്ധിച്ച് നിങ്ങൾ ആരോപിക്കുന്ന ദുഷ്ടമായ ഒരു വർത്തമാനമുണ്ടല്ലോ, അതിനെല്ലാമുള്ള മറുപടി പൊതുസമൂഹം കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു കാര്യം, കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങളുടെ എണ്ണം തന്നെ പെരുപ്പിച്ച് പറയുക എന്നുള്ളത് അസത്യം പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അവരെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമം എവിടെയും നടക്കില്ല എന്നുകൂടി നിങ്ങൾ കാണണം. മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ ക്രമസമാധാന നില ഇത്രത്തോളം തകർന്നു എന്ന് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് രഹസ്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്ന് പറയുന്നത്? ആരാണ് ആ റിപ്പോർട്ട് കണ്ടിട്ടുള്ളത്? ഇതുപോലുള്ളൊരു പബ്ലിക് വേദികളിൽ, ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന വേദികളിൽ അസത്യം വിളിച്ചു പറയുന്നത് ശരിയല്ലല്ലോ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമസഭയുടെ മുമ്പാകെ വെച്ചിട്ടുള്ള ഏത് കണക്കിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിയമസഭ ഇപ്പോൾ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ക്രൈം റിപ്പോർട്ടുകൾ, അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് അക്രമ സംഭവങ്ങളുടെ എണ്ണം കുറഞ്ഞതായി, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളുടെ എണ്ണം കുറഞ്ഞതായി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് കൊലപാതകങ്ങളുടെ എണ്ണവും കുറഞ്ഞതായിട്ട് വ്യക്തമായിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ കൊലപാതകങ്ങളുടെ പട്ടികയിൽ പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഒക്കെ പെടുത്തിയല്ലോ.
ഞാനത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ അതുപോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര കേന്ദ്രമന്ത്രിമാർ കൊലപാതക കേസുകളിൽ ഇപ്പോൾ പ്രതികളാണ്? യോഗി ആദിത്യനാഥ് എന്ന പുതിയ മുഖ്യമന്ത്രി എത്ര കൊലപാതക കേസുകളിൽ പ്രതിയാണ്? നിങ്ങളുടെ ദേശീയ അധ്യക്ഷൻ എത്ര കൊലപാതക കേസുകളിൽ പ്രതിയാണ്? ഞാനിവിടെ വന്നിട്ട് ഇതുപോലത്തെ ഒരു വേദിയിൽ ഇതുപോലത്തെ ഒരു കാര്യമായ ഡിബേറ്റിൽ കൊലവിളി പ്രസംഗം കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞ് അന്തരീക്ഷം മോശമാക്കാനൊന്നും ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങളുടെ രാഷ്ട്രീയം അനുവദിക്കുന്നില്ല. ഇവിടെ വിഷയം ഈ ഇൻഡെക്സ് പുറത്തുവിട്ടിട്ടുള്ള ആധികാരികതയെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. നേരത്തെ മുന്നിൽ നിന്ന് BJPയും അവരുടെ പരിവാരങ്ങളും ആഹ്ലാദിച്ച് ആർമാദിച്ച് പ്രചരിപ്പിച്ചിരുന്ന ഗുജറാത്ത് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഗുജറാത്താണ് മോഡൽ സംസ്ഥാനമായി ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചത്. മോഡിയുടെ തട്ടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം അതാണ് പ്രകീർത്തിച്ച് നടന്നിട്ടുള്ളത്. ആ സംസ്ഥാനം പിറകോട്ട് പോയി. ജാർഖണ്ഡ് പിറകോട്ട് പോയി. 23-ാം സ്ഥാനത്താണ് UP എത്തിയിട്ടുള്ളത്. ഇതെല്ലാമാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. ആനുപാതിക ജനസംഖ്യ കുറഞ്ഞ ചില സംസ്ഥാനങ്ങളിലെ ഈ കണക്ക് വെച്ചിട്ടല്ല നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഞാൻ ശ്രീ കാരായ മടങ്ങിയെത്ത ശ്രീ ഗോപാലകൃഷ്ണൻ, അതായത് താങ്കൾ ഈ സർവേയുടെ ആധികാരികത താങ്കൾ പറയുന്നു. ഒരു കാര്യം ഞാൻ ചോദിച്ചു, അതായത് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കേരളത്തിൽ ജാതി വിവേചനം കുറവാണ്. ഇവിടെ ദളിതർക്കും പിന്നോക്കക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പരിഗണന ലഭിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രവർത്തനം രാജ്യത്തിന് മാതൃക. ഇത് പറഞ്ഞത് ഒരു സർവേ അല്ല, നിങ്ങളുടെ കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്താവാല ഇന്നലെ പറഞ്ഞ കാര്യം കേരളത്തിൽ. അത് താങ്കൾ അദ്ദേഹത്തിൻ്റെ ആധികാരികതയെ താങ്കൾ സംശയിക്കുന്നുണ്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ? ഈ വാചകങ്ങൾ പറഞ്ഞ ഇതേ വാചകങ്ങൾ പറഞ്ഞ രാംവിലാസ് പാസ്വാൻ അല്ലല്ല ഞാൻ പറഞ്ഞത് ഈ രാംവിലാസ് പാസ്വാന്റെയും ഈ പറയുന്ന രാംദാസ് അത്താവാലയുടെയും ആധികാരികതയെ താങ്കൾ സംശയിക്കുന്നുണ്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ? പ്രജീഷേ, ഞാൻ അതിന് നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാം. അതിനു മുമ്പ് മിസ്റ്റർ കാരായി രാജൻ പറഞ്ഞത് പറഞ്ഞോട്ടെ. മിസ്റ്റർ കാരായി രാജൻ, കൊലപാതകത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ കൊലപാതകം ചെയ്ത് ഞങ്ങൾക്ക് ശീലമില്ല. നിങ്ങൾ എത്ര കേസിലാണ് പ്രതി എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ശരി, ഒരു കാര്യം ഞാൻ കാരായി രാജനോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിർത്തു. എത്ര നിരപരാധികളെയാണ് കൊല്ലുന്നത്? നിർത്ത്. 3 തലമുറയ്ക്കുള്ള പാപം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം തന്നെ കണ്ണൂരിലും തലശ്ശേരിയിലും നിങ്ങളറിയാതെ ഒരു കൊലപാതകവും നടക്കില്ല എന്ന് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർക്കറിയാം, നിങ്ങൾക്കും അറിയാം. എന്നിട്ട് വന്നിട്ട് ചാരിത്രം പ്രസംഗിക്കുമ്പോൾ സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾ സംസാരിക്കുക. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊന്നും അധികകാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്ന ആളാണ്. എൻ്റെ കയ്യും കാലും ഒടിഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ തിരിച്ചു ചെയ്തിട്ടില്ല. കാരണം പിച്ചാത്തിയുടെ തിളക്കമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ചങ്കിലെ ആത്മാർത്ഥതയാണ് BJPയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും മുന്നോട്ട് പോകുന്നത്. ചങ്കിലെ ആത്മാർത്ഥതയെ തകർക്കാൻ നിങ്ങളുടെ പിച്ചാത്തിക്ക് കഴിയില്ല, ഒരു സർവേക്കും കഴിയില്ല. പിന്നെ സർവേയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. കേരളം എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങളുടെ രാജ്യമാണ്. UP എന്ന് പറയുന്നതും മധ്യപ്രദേശ് എന്ന് പറയുന്നതും എത്ര കോടി ജനങ്ങളുടെ രാജ്യമാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ വെച്ചിട്ടാണ് ക്രൈം റേറ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വെച്ച് ക്രൈം റേറ്റ് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ പല കാര്യങ്ങളിലും സാമൂഹ്യ സുരക്ഷതയിലും ഒക്കെ, കാരണം ഇവിടുത്തെ ആദിവാസി മേഖല, കേരളത്തിലെ ആദിവാസി മേഖലയിൽ ഇപ്പൊ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കേരളത്തിലുള്ളത് ആകെ 10% എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 35 ലക്ഷം ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ജനസംഖ്യ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കമ്പാരിസൺ വരുന്നത്. ഇവിടെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം, നേരത്തെ കോൺഗ്രസിന്റെ ഷഹീർ പറഞ്ഞല്ലോ, ഇത് കാലങ്ങളായിട്ട്, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ട് കേരളത്തിന് ചില മേഖലകളിൽ മുന്നോട്ടുള്ള ചില മേഖലകളിൽ സുപ്രധാന മേഖലകളല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? അത് സുപ്രധാന മേഖലകളല്ലേ? ഇവിടെ രാംദാസ് അത്താവാല ശ്രീ രാംവിലാസ് പാസ്വാൻ പ്രകീർത്തിച്ച ഈ സർവേകൾ പ്രകീർത്തിക്കുന്ന ഈ സംസ്ഥാനത്താണോ അപ്സ നിങ്ങൾ വാദിക്കുന്ന ഈ അപ്സയ്ക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നത്? അതിലെ വൈരുദ്ധ്യം അതുകൂടി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ?
രാംദാസ് അത്താല പറഞ്ഞത് എന്താ? കമ്പയർ വിത്ത് അതർ സ്റ്റേറ്റ്. ആ അവരുടെ കമ്പാരിസൺ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും ദളിത് മേഖലയിലെ ആ അക്രമത്തിന് ഇവിടെ കുറവുണ്ട്. ശരിയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. 2016-17 45,000 കേസുകൾ ദളിത് അട്രോസിറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ 102 മാത്രം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ, അവിടെ ഉത്തരേന്ത്യയിലടക്കം BJPക്ക് മുൻതൂക്കമുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഉപരിപ്ലവമായിട്ട് കാര്യങ്ങളെ കാണാതെ അഗാധ തലത്തിലേക്കുള്ള യാഥാർത്ഥ്യങ്ങൾ കാണണ്ടേ ശ്രീ ഗോപാലകൃഷ്ണൻ? പ്രജീഷ, ഞാനൊന്ന് പറയട്ടെ. 1,75,000 ക്രൈമാണ് ഈ കഴിഞ്ഞ 10 മാസം കൊണ്ട്. എത്ര ദളിതുകളെയാണ് നിങ്ങൾ കൂട്ടക്കുരുതി ചെയ്തത്? തിരുവനന്തപുരത്തെ വിഷ്ണു, ഈ തൃശ്ശൂരിലെ നിർമ്മല്, എത്ര ദളിതുകാരെ, എത്ര പേരെ പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊന്നു? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? കേരളത്തിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ദളിത് കലാപം നടന്നിരിക്കുന്നു. ആ ദളിത് കലാപത്തിന്റെ റിപ്പോർട്ട് രാംദാസ് അത്താലയുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവില്ല. അദ്ദേഹം 2015 വെച്ചായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ 10 മാസത്തെ റിപ്പോർട്ട് രഹസ്യ അന്വേഷണ ഏജൻസി 2017 ഫെബ്രുവരി മാസം 24 കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മ ഇല്ലാതാക്കുന്ന സർക്കാരാണ് ഇന്നത്തെ പിണറായി സർക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ആയിരുന്നു ഭേദം. ഈ 10 മാസത്തെ പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മ ഇല്ലാതായി. പോലീസ്, കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭരുടെ പോലീസാ. ആ പോലീസിനെ താറുമാറാക്കിയില്ലേ? ബെഹ്റ ഓരോ ദിവസം ചെല്ലുമ്പോഴും, ഇപ്പൊ ബെഹ്റയുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? CBI അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലേ? എത്ര കേസിലാണ് പ്രതികൾ? പോലീസുകാർ തന്നെ പെയിന്റ് അടിക്കാൻ വേണ്ടി എടുക്കുന്ന ഏർപ്പാട്. DGP, പോലീസ് മേധാവി തൊട്ട് താഴെത്തട്ടിൽ നിങ്ങൾ കൂട്ടിലെ തത്തയാക്കി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. വിജിലൻസിനെ എവിടെ പോയി? കയ്യും കാലും ഒടിച്ച് തത്തയെ കൂട്ടിയെടുത്തിട്ട് കടലിലിട്ടുപ്പോ. അങ്ങനെ സർവ്വ മേഖലയും തകർത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. ക്രമസമാധാന നിലയല്ല, സർവ്വമേഖലയും തകർക്കുക. എന്തെങ്കിലും നന്മ കേരളത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രതീക്ഷയെ ആ നന്മ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാ. നിങ്ങളൊരു കാര്യം ചെയ്യേ, പിണറായി വിജയനും മന്ത്രിമാരെയും വിളിച്ച് നിങ്ങൾ ഈ പീപ്പിൾ TV ഒരു ചർച്ച സംഘടിപ്പിക്കോ. കഴിഞ്ഞ കാലഘട്ടത്തിലെ കേരളത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കേരളത്തിലെ ജനങ്ങൾ ശ്രീ ഗോപിനാഥപിള്ള, അതായത് ഇതിലെ കേരളം ഈ സൂചിപ്പിച്ചതുപോലെ, കാരണം ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം കണക്കുകൾ എന്തായാലും അംഗീകരിക്കുന്നില്ല, ഇതിന്റെ ആധികാരികതയെ പോലും അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. ഈ ദളിത് അട്രോസിറ്റീസിലടക്കം ഇദ്ദേഹം പറയുന്നതോ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ 45,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പോൾ 102 മാത്രം കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ രാംദാസ് അത്താവാല ഇങ്ങനെ ഒരു രീതിയിൽ കേരളത്തെ കാണണമെങ്കിൽ, കാരണം അദ്ദേഹം കണക്കുകൾ അത് സാങ്കേതികത്വത്തിൽ ഊന്നി ഒരുപക്ഷെ ഈ ചർച്ചയിൽ വഴിത്തിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണോ എന്നെനിക്ക് കണക്കുകൾ സംബന്ധിച്ച് ശ്രീ രാംദാസ് അത്താവാല വ്യക്തമായി തന്നെ കേന്ദ്രമന്ത്രി അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു വ്യത്യസ്തത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കാണുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ വസ്തുതയുടെ ആഴം എത്രത്തോളം ഉണ്ട് ശ്രീ ഗോപിനാഥൻ പിള്ള? കേരളം ഒരു കാരണവശാലും നമുക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം നമ്മൾ സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നമ്മൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ ദളിതർക്കും അതേപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് നമുക്ക് എത്രമാത്രം സംരക്ഷണം കൊടുക്കാൻ കഴിയുമോ അത്രമാത്രം സംരക്ഷണമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രി അങ്ങനെ പറഞ്ഞത്. ഏകദേശം 500 കോടിയിലധികം രൂപയാണ് സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് വേണ്ടി കേരളം മാറ്റിവെച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്ന, കുട്ടികളുടെ ക്ഷേമമായാലും ശരി, സ്ത്രീകളുടെ ക്ഷേമമായാലും ശരി, അത് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉപരി കേരളമാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഇൻഡെക്സിൽ കേരളത്തെ കുട്ടികൾക്കും അതേകണക്ക് സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് ലഭിച്ച സംസ്ഥാനമായിട്ട് കേരളത്തെ തിരഞ്ഞെടുത്തത്. അതേപോലെ പട്ടികജാതി വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തേക്കാൾ ധാരാളം വിഭവങ്ങളുടെ കാര്യത്തിൽ അവർ വളരെ കൂടുതൽ വിഭവങ്ങളുണ്ടാവും, നമുക്ക് വിഭവങ്ങൾ വളരെ കുറവാണ്. എന്നാലും നമുക്ക് ഉള്ള അവൈലബിളായിട്ടുള്ള വിഭവങ്ങൾ ഏറ്റവും പരമാവധിയായിട്ട് ഉപയോഗിക്കുന്നത് കേരളമാണ്.
ശ്രീകാരായ രാജൻ, ഇനി ഏത് ഇൻഡെക്സ് വന്നാലും ശരി, നിങ്ങൾ എന്ത് ക്ഷേമ പ്രവർത്തനം നടത്തിയാലും ശരി, ക്രമസമാധാന നിലയിൽ BJP അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ആ കാഴ്ചപ്പാട്, അത് ആ തലത്തിൽ അത് ഏതറ്റം വരെയും കൊണ്ടുപോകുമോ അതിന്റെ പ്രചരണം ആ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകും എന്ന ആ BJP നേതാവിന്റെ BJPയുടെ ആ പ്രഖ്യാപിത നിലപാടിനുള്ള മറുപടി? ഈ ശ്രീ ഗോപാലകൃഷ്ണൻ വളരെ പ്രകോപിതനായി ഒരു ചർച്ചയിൽ വല്ലാത്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷെ ഞങ്ങളൊന്നും അതേ അർത്ഥത്തിൽ മറുപടി പറയാതിരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ പറഞ്ഞല്ലോ, കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം പറയാനുള്ള ചർച്ചയായിരുന്നില്ല ഇത്. പക്ഷേ അതിന് മറുപടി പറയാതെ പോകാൻ പറ്റില്ല. കേരളത്തിൽ CPIM-ന്റെ 399 പാർട്ടി സഖാക്കളെ അരുങ്കൊല ചെയ്ത പാർട്ടിയുടെ സംഘത്തിൻ്റെ നേതാവ് കൂടിയാണ് എന്ന് മറന്നുപോകരുത്. ഒന്നും ഏകപക്ഷീയമല്ല, ഒരു കൊലപാതകവും ഏകപക്ഷീയമായിട്ട് ഇവിടെ നടന്നിട്ടില്ല. എന്തേ കണ്ണൂർ ജില്ലയിലെ വിഷയങ്ങൾ പറയുമ്പോൾ കൊലപാതകം തെരഞ്ഞെടുപ്പ് ദിവസം, വിജയാഹ്ലാദ ദിവസം രവീന്ദ്രനിൽ തുടങ്ങി ധനരാജിലെത്തി, ധനരാജിൽ നിന്ന് പടുവിലായിലെ മോഹനിലേക്കെത്തി. ആ കാര്യങ്ങൾ വിസ്മരിക്കരുത്. അവിടെയും ചോരക്കറയുണ്ട്, അവിടെയും മനുഷ്യജീവിതമുണ്ട്, കേരളത്തിലാകെയുണ്ട്. ഇവിടെ ക്രമസമാധാന നിലയെക്കുറിച്ച് പറഞ്ഞല്ലോ. ആരാണ് ഈ വിഷയം ഒരുപക്ഷെ കേന്ദ്രത്തെ ഇടപെടിപ്പിക്കാൻ, ഗവർണറെ കൊണ്ട് കളിപ്പിക്കാനും മറ്റു പല കളികളും നടത്തിക്കാൻ വേണ്ടി കാസർഗോഡ് തൊട്ട് മലപ്പുറത്തെ കൊലപാതകങ്ങളിൽ, കാസർഗോഡ് കൊലപാതകത്തിൽ, അതേപോലെ തൃശ്ശൂർ ജില്ലയിൽ നടന്നിട്ടുള്ള RSSന്റെ കൊലപാതകങ്ങൾ, ആലപ്പുഴ ജില്ലയിൽ അവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, ഇതെല്ലാം സമീപകാലത്തുണ്ടായിട്ടുള്ളതാണ് എന്നൊന്ന് വിസ്മരിക്കാൻ ആർക്ക് സാധിക്കില്ല. ഇതെല്ലാം കേരളം കാണുന്നുണ്ട്. എത്ര തന്നെ നിങ്ങളൊക്കെ മറച്ചു വെച്ചാലും, ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന് പുകമറകൾ സൃഷ്ടിച്ചാലും ഗോപാലകൃഷ്ണൻ 10 സെക്കൻഡിൽ മറുപടി ഞാൻ കുറച്ച് അദ്ദേഹത്തിന് കൊടുത്ത അതേ സമയം കൂടി താങ്കൾക്ക് തരികയാണ്. അതിന് മറുപടി കാരണം പെരുപ്പിക്കുകയാണോ? കാരണം യാഥാർത്ഥ്യങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മനസ്സിലാക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾക്ക് ഒരു ദേശീയ തലത്തിലുള്ള ഒരു അവിശുദ്ധ ശ്രദ്ധ നിങ്ങൾ നൽകുന്നുണ്ടോ? വളരെ ചുരുക്കി മറുപടി. കൈപ്പത്തി കൊണ്ട് വോട്ട് ചെയ്തവരുടെ കൈപ്പത്തി വെട്ടിക്കളഞ്ഞ പ്രസ്ഥാനമാണ് നിങ്ങൾ. ആദ്യത്തെ കൊലപാതകം ആരംഭിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ കൊലപാതകത്തിന്റെ കണക്കുകൾ പറഞ്ഞല്ലോ മിസ്റ്റർ കാരായി രാജൻ. വളരെ മാന്യമായ ഭാഷയിൽ ഞാൻ പറയുക, CPM-ഉം BJP-യും ഒരുമിച്ചിരുന്നിട്ടല്ലേ ഇപ്പൊ തീരുമാനിച്ചത് നമുക്ക് ഒരുമിച്ച് പോകാം. പ്രധാനപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ബഹുമാന്യനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി അടക്കം ഇരുന്ന് ചർച്ച ചെയ്തില്ലേ? അതിനുശേഷമല്ലേ സന്തോഷിനെ നിങ്ങൾ കൊന്നത്? സന്തോഷിനെ കൊല്ലുമ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവസാനം പിടിക്കപ്പെട്ടതാരാ? CPM. ഇന്നലെ ബിജുവിനെ കൊന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. ഇന്നലെ വൈകുന്നേരത്തെ ചർച്ചയിൽ പ്രധാനപ്പെട്ട CPM-ന്റെ ആൾ പറഞ്ഞ ഞങ്ങൾ ചെയ്തിട്ടില്ല. എല്ലാ കൊലപാതകവും നടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇതാ. പക്ഷെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരെയാ? 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ആയിട്ടില്ല. വണ്ടി പിടിച്ചിട്ടുണ്ട്. വണ്ടി പിടിച്ചത് ആരുടെ വണ്ടിയാ? വണ്ടി വാടകയ്ക്ക് എടുത്തത് പ്രശാന്ത് CPM നേതാവ്. ഇന്ന് എവിടേക്കാണ് വിരൽ പോകുന്നത്? എന്തിനാണ് കാരായി രാജ ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത്? ഞാൻ സമയക്കുറവുകൊണ്ട് ശ്രീ ഷഫീർ, അതായത് രണ്ടുപേരും രാഷ്ട്രീയ തലത്തിലുള്ള കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ കണക്കുകൾ എണ്ണി പറയുന്നു. നമുക്കിവിടുത്തെ ആധികാരികതയാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ വഴുതി പോയത് ഒരു സാഹചര്യത്തിലേക്ക് പോയി. എന്തായാലും ഇത് അഭിമാനിക്കാവുന്ന കണക്കുകളല്ലേ? കേരളത്തിന്റെ അല്ലെങ്കിൽ മതനിരപേക്ഷതയിൽ അടയാളപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ, കാരണം അസഹിഷ്ണുതയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ അടയാളപ്പെടുത്തലിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അവസാനം യഥാർത്ഥത്തിൽ പ്രതീക്ഷ ഈ ചർച്ചയിൽ നന്നായി രാഷ്ട്രീയം പറയാൻ അറിയാഞ്ഞിട്ടും ഞാനത് പറയാതിരുന്നതെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന പലരുടെയും പൊളിറ്റിക്സ് എനിക്കറിയാം. ഞാനത് പറയാതിരുന്നത് ഒരു ചർച്ചയുടെ വിഷയത്തിൽ ഊന്നി നിൽക്കണമെന്നുള്ളത് കൊണ്ടും, കൂടെ ഇരിക്കുന്ന ആളുകളെ അവരെ എത്ര ഏത് സാഹചര്യത്തിൽ ആയിരുന്നാലും ശരി തന്നെ അവരുടെ മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് ഹനിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രതിനിധികൾ ഞാൻ കുറച്ച് സംയമനം പാലിച്ചത്. ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം. ഒന്ന്, മാനവ വികസന ശേഷിയുടെ കാര്യത്തിൽ നമ്മളവിടെ ഒന്നാമതാണ്, മഹാരാഷ്ട്രയിൽ 2ാം സ്ഥാനത്താണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പുറകോട്ട് പോയി. സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിൽ 1ാമതാണ്, എന്നാൽ ആസാം 2ാമതാണ്. ആസാമിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ഇനി സാമൂഹിക ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളം 1ാമതില്ല. മനസ്സിലാക്കേണ്ട കാര്യമാണ്, കേരളം 1ാമതില്ല. അവിടെ മേഘാലയാണ് 1ാമത് വന്നത്. അവിടെ പിന്നെ ബഹുമാനായ ശ്രീ ഗോപാലകൃഷ്ണന്റെ പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥലമായ കാശി
തീർത്ഥാടന കേന്ദ്രമായ കാശി ഉൾപ്പെടുന്ന വാരണാസിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെടുകയും ഒരിക്കലും പദ്ധതികൾ പ്രയോജനപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വാരണാസിയാണ് എന്നുള്ള സത്യം കൂടി ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് ഞാനത് വായിച്ച മനസ്സിലാക്കി എന്നുള്ളത് ഗോപാലകൃഷ്ണനോട് ഞാൻ ഒന്ന് സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കോഴിക്കോട് 254 സ്ഥാനത്തും കൊച്ചിയിൽ 274 സ്ഥാനത്തുമാണ് നമ്മുടെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ. ഇന്ത്യയിലെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ കൊച്ചിയും കോഴിക്കോടും ഒക്കെ വളരെ പുറകിലാണ്. അപ്പോ നമ്മൾ നിലവിലായി കൊണ്ടുവന്നിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തുടരണം, പ്രകൃതിയുടെ സംരക്ഷണം തുടരണം. അതായത് വിഭവശേഷിക്കൊപ്പം തന്നെ അതിനെ കൂടുതൽ അർത്ഥത്തിലേക്ക് വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകണം. അതിലേക്ക് എന്തായാലും കൊണ്ടുപോകാൻ ഇടയാകട്ടെ. ചർച്ചയിൽ പങ്കുചേർന്ന ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ കാരായ രാജൻ, ഒപ്പം ശ്രീ അഡ്വക്കേറ്റ് VRM ഷഫീർ, പ്രൊഫസർ ഗോപിനാഥപിള്ള ചർച്ചയിൽ പങ്കുചേർന്നതിന് നന്ദി അറിയിക്കുന്നു. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.